പ്രിയമുള്ളവരെ, ഏവർക്കും സ്നേഹവന്ദനം. നമ്മളിപ്പോൾ ഒരു യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെയാണ് ലോകത്തെ കാണുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല ആളുകളും യുദ്ധനിമിത്തം കഷ്ടപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ മീഡിയകളെല്ലാം തന്നെ വാർത്തകൾ നമുക്ക് നൽകിത്തരുന്നതോടൊപ്പം തന്നെ അനൽപമായിട്ടുള്ള ഭീതിയും നൽകുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ചില വാർത്താ വായനക്കാരൊക്കെ ആളുകളെ ആവേശം കൊള്ളിക്കുന്ന വിധത്തിലൊക്കെ സംസാരിക്കുമ്പോൾ സാധാരണപ്പെട്ട ആളുകളുടെ ഉള്ളിലേക്ക് ഭയം അവരെ കുത്തിവെക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത്തരക്കാരായിട്ടുള്ള വാർത്താ ചാനലുകളിലെ പ്രവർത്തകരോട് താഴ്മയോടെ പറയട്ടെ, നിങ്ങൾ കാണിക്കുന്നതായിട്ടുള്ള ഈ ആവേശം സാമാന്യ ജനത്തിന് ഒരുപാട് ഭീതി ഉണ്ടാക്കുന്നു. ആങ്സൈറ്റി ഡിസോർഡർ തൽഫലമായിട്ടുണ്ടാകും എന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടെ സാമാന്യമായിട്ടുള്ള രീതിയിൽ, സാധാരണ രീതിയിലുള്ള സത്യസന്ധമായ വാർത്തകൾ കൊടുക്കാൻ തക്കവണ്ണം മനസ്സ് കാണിക്കണമേ എന്ന് തൊഴുകയോട് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പം നമ്മൾ അങ്ങനെയുള്ള ഭയപ്പെട്ടിരിക്കുന്ന ആളുകളോട് ധാരാളം ആളുകൾ എന്നെ വിളിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുത്താറുണ്ട്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ മക്കൾ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രായേലിലും ഒക്കെ ജോലിക്ക് പോയിട്ടുള്ള ആളുകളുടെ മാതാപിതാക്കൾ വളരെയധികം ഭയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളോടും മറ്റു പൊതുവിലും എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനായിട്ടുള്ള ചില സത്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. യുദ്ധങ്ങളുടെ നടുവിൽ നിങ്ങൾ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. യുദ്ധങ്ങളുടെ നടുവിൽ നമ്മുടെ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കരുത്. തിരുവചനം, വിശുദ്ധ ബൈബിൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മുന്നമേ നമുക്ക് അറിയിപ്പ് തന്നിട്ടുണ്ട്. അതിനകത്ത് പ്രധാന വചനങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യാവതാരം എടുത്തു വന്ന് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ യെരുശലേം ദേവാലയത്തെ കൊണ്ടുവന്ന് കാണിക്കുകയും അതിൻ്റെ മനോഹരമായ ആ രൂപഭംഗിയെല്ലാം കണ്ടതിന് ശേഷം കർത്താവ് അവരോട് സംസാരിക്കുന്ന സമയത്ത് ദേവാലയത്തിൻ്റെ എതിർവശത്തുള്ള ഒലിവുമലയിൽ ഇരിക്കുന്നതായിട്ടുള്ള സമയത്ത് ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, കർത്താവെ, അങ്ങ് പറഞ്ഞല്ലോ ദേവാലയം ചുറ്റിക്കണ്ടായ സമയത്ത് ഈ ദേവാലയത്തിൻ്റെ കല്ലിന്മേൽ ശേഷിക്കാതെ വണ്ണം ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു പോകുമെന്ന്. അതെപ്പോഴാണ് സംഭവിക്കുക? ലോകാവസാനം എപ്പോഴാണ് സംഭവിക്കുക? അങ്ങയുടെ വരവ് എപ്പോഴാണ് സംഭവിക്കുക? അപ്പം 3 ചോദ്യങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ശിഷ്യഗണങ്ങൾ ചോദിക്കുമ്പോൾ കർത്താവ് അതിനെ മറുപടി കൊടുക്കുന്നതാണ് താഴോട്ടുള്ള ഭാഗങ്ങൾ. അവിടെ വളരെ കൃത്യമായിട്ട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കും, നിങ്ങൾ യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും. ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. അവിടെ ഇവിടങ്ങളിലെ ഭൂകമ്പങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരുപാട് ഈ ലോക അവസാനത്തിൽ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും തന്നെ അവസാനമല്ല എന്നും കർത്താവ് പറയുകയും ഈ സുവിശേഷം അഥവാ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള സകല മനുഷ്യർക്കും ലഭിക്കാവുന്ന നിത്യരക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം, സൗജന്യമായി ദൈവം നൽകുന്ന രക്ഷയെക്കുറിച്ചുള്ള ആ സുവാർത്ത സകല ജാതികൾക്കും സാക്ഷ്യമായിട്ട് പ്രസംഗിക്കപ്പെടുമ്പോൾ മാത്രമേ അവസാനം വരികയുള്ളൂ. അല്ലാതെ ചില ആളുകളൊക്കെ ഇപ്പോൾ പ്രവചന രൂപത്തിലൊക്കെ പറയുന്ന പോലെ ഇതേ അന്ത്യകാലം എത്തി, ഇപ്പം അങ്ങ് തകരും, ഇപ്പോൾ ലോകം അവസാനിക്കും എന്നൊക്കെ പറയുന്ന കുറേ കാലമായിട്ട് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും അവർക്ക് വചന പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കും അതൊരു ഉപജീവനമായിട്ട് മാറ്റിയിരിക്കുകയാണ്. തിരുവചനം ശരിയായിട്ട് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത്ര ആശങ്കാകുലരാകേണ്ട യാതൊരു കാര്യവും ദൈവമക്കളെ സംബന്ധിച്ചില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നമ്മൾ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അതിൻ്റെ 25-ാം അധ്യായത്തിലും നമുക്ക് ഈ ലോകക്രമത്തെക്കുറിച്ചുള്ള ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു വിവക്ഷ നൽകുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഭയത്തിൻ്റെ കാലഘട്ടം ആവശ്യമില്ല. ഭയത്തിൻ്റെ ആയിട്ടുള്ളൊരു ആവശ്യം നമുക്കില്ല. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ലോകം വീണ്ടും യുദ്ധഭീതിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഇസ്രായേൽ, ഇറാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഗൾഫ് രാജ്യങ്ങൾ ഇവിടെയൊക്കെയും സംഘർഷത്തിൻ്റെ വാർത്തകൾ ഉണ്ടെങ്കിലും വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയം തോന്നാം. എന്നാൽ ഇത് അവസാന കാലമാണോ എന്ന് ചിന്തിച്ചിരിക്കുന്ന, ഇനി ലോകം എവിടേക്കാണ് പോകുന്നതെന്ന് ചിന്തിക്കുന്ന, യേശു കർത്താവ് മുമ്പേ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ നമ്മൾ ആശങ്കാകുലരാകാനായിട്ടല്ല, ജാഗ്രത ഉള്ളവരാകാനായിട്ടാണ് നമ്മുടെ ജീവിതത്തെ ദൈവത്തിനേറെ
പ്രസാദകരമായി തീരാൻ, പ്രിയ മക്കളെന്ന പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആലോചനകൾ തന്നിരിക്കുന്നത്. യേശു കർത്താവ് മുമ്പേ പറഞ്ഞിരുന്നു, യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും, എന്നാൽ ഭയപ്പെടേണ്ട. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ. യുദ്ധങ്ങൾ എന്ന് പറയുന്നത് പുതിയ ഒരു സംഭവമൊന്നുമല്ല. എല്ലാ കാലഘട്ടങ്ങളിലും യുദ്ധമുണ്ടായിട്ടുണ്ട്. മനുഷ്യരുടെ പാപ സ്വഭാവത്തിൻ്റെ പരിണത ഫലമാണ് ഈ യുദ്ധങ്ങൾ എന്നുള്ളത് മറന്നു പോകരുത്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു വാക്യമുണ്ട്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. അപ്പോൾ ദുഷ്ടന്റെ അധീനതയിൽ കഴിയുന്നതായിട്ടുള്ള ഈ ലോകത്തിൽ നമുക്ക് ഇതിൽ പരം മറ്റൊന്നും പ്രതീക്ഷിക്കാനോ കേൾക്കുവാനോ കഴിയുകയില്ല. രണ്ടാമതായിട്ട് ചരിത്ര പശ്ചാത്തലം കൂടെ നമ്മൾ നോക്കണം. ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധത്തിനൊക്കെ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഉണ്ടായ ഒരു പശ്ചാത്തലമല്ല. ഇതിന് വളരെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വൈരത്തിൻ്റെ ആയിട്ടുള്ള അല്ലെങ്കിൽ വെറുപ്പിൻ്റെ ആയിട്ടുള്ള വിത്തുകൾ പാകപ്പെട്ടിട്ടുണ്ട്. 1979 ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ഇറാൻ ഇസ്രായേലിനെ ഒരു തുറന്ന ശത്രു രാജ്യമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കും എന്നവർ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ ഇസ്രായേൽ അവരുടെ സുരക്ഷയെ അതീവ ഗൗരവത്തോടുകൂടെ കാണേണ്ടത് അവരുടെ ആവശ്യമാണ്. അതിനെ നമുക്ക് ചെറുക്കാനോ അതിനെ തെമ്മാടി രാഷ്ട്രമെന്ന് വിളിച്ചു കൂവി പറഞ്ഞുകൊണ്ടോ ഒരു കാര്യവുമില്ല. അത് തെമ്മാടി രാഷ്ട്രമായിട്ടല്ല. അവനവൻ്റെ രാഷ്ട്രത്തെക്കുറിച്ച് അവനവന് ബോധ്യമുണ്ടെങ്കിൽ, അവനവൻ്റെ ജനത്തോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ ജനതയെ പരിരക്ഷിക്കാൻ തക്കവണ്ണം അതിൻ്റെ ഭരണകൂടം വളരെ നിതാന്ത ജാഗ്രത പാലിക്കും. അതിനെ അവരെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ചിട്ട് എന്ത് ഗുണം? ഈ വാസ്തവത്തിൽ അവനവൻ്റെ ജനത്തോട് കൂറില്ലാത്ത ആളുകൾക്കാണ് മറ്റുള്ള രാജ്യത്തിലുള്ള ഭരണാധിപന്മാർ അവരുടെ ജനതയെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ പറയാൻ കഴിയുന്നതെന്നാണ് എൻ്റെ പക്ഷം. അത് ഞാൻ വെറുതെ പറയുന്നല്ല, തെളിവ് സഹിതം വേണമെങ്കിൽ പറയാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിലെ നേതാക്കന്മാരായിരുന്നാലും നമ്മുടെ രാജ്യത്തിലെ നേതാക്കന്മാരായിരുന്നാലും ഇസ്രായേലിനെ പഴിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഇസ്രായേലിനെ ശത്രുപക്ഷത്ത് നിർത്തുകയും ഇസ്രായേലിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു കളയുമെന്ന് പറഞ്ഞ് പ്രോക്സി വാറുകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ ആ ഇറാൻ പ്രഖ്യാപിതമായിട്ട് ഇസ്രായേലിനെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുമ്പോൾ അവരുടെ സുരക്ഷിതത്വം നോക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഉത്തമ ബോധ്യമാണ്. എന്നാൽ നമ്മളിന്ന് മീഡിയകളിലൂടെ, പ്രത്യേകിച്ച് മലയാളം മീഡിയകളിലൂടെ ഒക്കെ കേൾക്കുന്ന പോലെ ഇസ്രായേലിലെ ജനങ്ങൾ ഭീതിയിലല്ല. അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇസ്രായേലിലെ ജനങ്ങൾ നോർമൽ ലൈഫാണ് ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സൈറൻ മുഴങ്ങുന്ന സമയത്ത് അവർ ബങ്കറുകളിൽ കയറി സുരക്ഷിതമായ സ്ഥലങ്ങളിലിരിക്കും. അത് കഴിഞ്ഞിട്ട് അവരവരുടെ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇത് അവരുടെ ജനിച്ചു വീണപ്പോൾ മുതൽ കേൾക്കുകയും കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ജീവിത സാഹചര്യമാണ്. അതിലൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വാസ്തവത്തിലുള്ളത്. ഇറാനെ പിന്തുണയ്ക്കുന്നതായിട്ടുള്ള ഹിസ്ബുള്ള പോലെയുള്ള സംഘടനകൾ, അതേപോലെ പലസ്തീനിലുള്ള ആളുകൾ, ഹമാസ്, ആ ഹമാസൊക്കെ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഇറാനാണ്. അപ്പം ഇസ്രായേലിനെതിരെ ഈ വിധത്തിൽ പ്രവർത്തിച്ച ഹൂത്തികളെ കൊണ്ട് പ്രവർത്തിക്കുന്ന, ഹിസ്ബുള്ളയെ കൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഈ ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഇസ്രായേലിനുണ്ട്. ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായിരിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇസ്രായേലിന്റെ പ്രധാന സഖ്യ രാജ്യമായതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് നമുക്ക് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഗൾഫ് മേഖലയിലെ ശക്തി സന്തുലനം കൂടെ നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെയുള്ള ഈ ഇസ്രായേലിനെ പഴിക്കുന്ന ആളുകളോട് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളൊരു കാര്യമേ ഉള്ളൂ. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളുണ്ടല്ലോ, ഇന്ത്യക്കാർ കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഗൾഫ് മേഖല. 90 ലക്ഷത്തിൽ പരം ആളുകളുണ്ടെന്നാണ് ചില ഔദ്യോഗികമായ കണക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള അത്രയും ജനതയുടെ സുരക്ഷിതത്വം ഇന്ത്യയുടെ ആവശ്യമാണ്, സുരക്ഷിതത്വം വരുത്തുക എന്നുള്ളത്. അവിടെയുള്ള ആ രാജ്യങ്ങൾ, ഗൾഫിലുള്ള ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ, ബഹ്റിൻ പോലെയുള്ള രാജ്യങ്ങൾ, യുണൈറ്റഡ് എമിറേറ്റ്സ് പോലുള്ള രാജ്യങ്ങൾ, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇറാനോട് യുദ്ധം ചെയ്യാനായിട്ട് പോകുന്നത്? അതിന് നിങ്ങളുടേതായിട്ടുള്ള വിശദീകരണങ്ങളല്ല വേണ്ടിയേ. ഇവിടെ കുറെ ആളുകൾ അവരുടെ കുറെ അഭിപ്രായങ്ങൾ എന്തോ വലിയ സംഭവമായിട്ട് പറയുന്നു. അങ്ങനെയല്ല.
അവർക്കറിയാം ഇറാൻ അവിടെ ശക്തമായി കഴിഞ്ഞാൽ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന്. ഇസ്രായേലിന് മാത്രമല്ല അത് ബാധിക്കപ്പെടുന്നത്, ഗൾഫ് രാജ്യങ്ങൾക്കും കൂടെ അത് ബാധിക്കപ്പെടും. ഇപ്പോൾ തന്നെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ ഏറ്റവും അധികം ബാധിക്കപ്പെട്ടിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. അപ്പോൾ ആ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷിതത്വം സംരക്ഷിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഉത്തരവാദിത്വമായിട്ട് അവരുടെ സഖ്യകക്ഷി എന്നുള്ള നിലയിൽ അവർ ഏറ്റെടുക്കേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും കൂടെ ഇറാനോട് യുദ്ധത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ വേരുകൾ രാഷ്ട്രീയത്തിൽ മാത്രം അല്ല നിലനിൽക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ മനുഷ്യ ഹൃദയത്തിലെ അഹങ്കാരത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പ്രതിഫലനം കൂടിയാണ് ഈ യുദ്ധം. വളരെ കൃത്യമായിട്ട് ചർച്ചയിലൂടെ പരിഹരിക്കാമായിരുന്ന പല കാര്യങ്ങളുമാണ് ഇറാൻ അതിന് മനസ്സില്ലാതെ വഴിമുട്ടിയ ചർച്ചകളാൽ അഹങ്കാരത്തിന്റെ പരിണത ഫലമായിട്ട് യുദ്ധത്തിലേക്ക് മറ്റു രാജ്യങ്ങളെ വലിച്ചിഴച്ചതെന്നുള്ളത് മറന്നുപോകരുത്. മൂന്നാമതായിട്ട് ഒരു ക്രിസ്തു ഭക്തൻ എന്നുള്ള നിലയിൽ, ക്രിസ്തു വിശ്വാസി എന്നുള്ള നിലയിൽ, ദൈവഭക്തൻ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന കാര്യം ക്രിസ്തുവിൻ്റെ വഴി എന്തായിരുന്നു? ക്രിസ്തുവിൻ്റെ മാർഗം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ വഴിയാണ്. യേശു കർത്താവ് പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ക്രിസ്ത്യാനികൾക്ക് 2 പ്രലോഭനങ്ങൾ ഉണ്ടാകാം. ഒന്ന്, ഒരു പക്ഷം പിടിച്ച് വൈരാഗ്യം രൂപപ്പെടുത്തുക എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷം പിടിക്കുന്നുണ്ട് ഓരോ രാജ്യത്തോട്. അത് തെറ്റാണ്. രണ്ടാമത്തേത്, ഭയത്തോടെ ആളുകളെ നിരാശപ്പെടുത്തുക. ഇത് രണ്ടും ക്രൈസ്തവൻ ചെയ്യാൻ പാടില്ല. ഭയപ്പെടുത്താനും പാടില്ല, നിരാശപ്പെടാൻ പാടില്ല, അതോടൊപ്പം തന്നെ വൈരാഗ്യം ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. വൈരാഗ്യത്തിന് പകരം പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. കോപത്തിന് പകരം കരുണയാണ് വേണ്ടത്. പ്രതികാരത്തിന് പകരം സമാധാനമാണ് വേണ്ടത്. ഇതും മനുഷ്യരുടെ പരാജയത്തെയാണ് കാണിക്കുന്നത്. സമാധാനമാണ് ദൈവം മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് പകരുന്നത്. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്ക് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇസ്രായേലിന് വേണ്ടി, ഇറാന് വേണ്ടിയും, അമേരിക്കയ്ക്ക് വേണ്ടിയും, ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അവിടെയുള്ള എല്ലാവരും മനുഷ്യരാണ്. അവര് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥനയാൽ നമ്മുടെ ഭയം ഒഴിവാക്കാൻ ഇടയായിത്തീരും. വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തന ഭാഗം 46-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും നമ്മുടെ കോട്ടയും ആകുന്നു. അപ്പോൾ അതുകൊണ്ട് ആത്മീക ജാഗ്രത നമ്മൾ പാലിക്കണം. യുദ്ധവാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ആത്മീയമായിട്ട് ഉറക്കത്തിലായിരിക്കരുത്. നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. ക്രിസ്തുവിനോടുള്ള ബന്ധം കൂടുതലായിട്ട് ആഴപ്പെടുത്തുവാൻ ഇടയാകണം. പ്രവചനങ്ങളെക്കുറിച്ചുള്ള ജാഗ്രതയും കൂടി ഈ സമയത്ത് പലരും അറിഞ്ഞിരിക്കണം. പല മീഡിയകളിൽ കൂടെയും ഓരോ തരത്തിൽ ഓരോരുത്തരും വ്യാഖ്യാനങ്ങൾ നൽകുകയും എല്ലാം അവസാനിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് ആളുകളെ ഭീതിപ്പെടുത്തുകയും ചെയ്യുന്ന പ്രസംഗകരെ നിങ്ങൾ ഒഴിഞ്ഞിരിക്കണം, ജാഗ്രത പുലർത്തിയിരിക്കണം. യേശു പറഞ്ഞത് ആ ദിവസം ആരും അറിയുന്നില്ല. കർത്താവ് തമ്പുരാൻ പറഞ്ഞത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:36 ആ ദിവസം ആരും അറിയുന്നില്ല, ഒരു മനുഷ്യപുത്രനും അറിയുന്നില്ല, ഒരു മാലാഖയും മലക്കും അറിയുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും ഇന്ന ദിവസം സംഭവിക്കും, ഇന്ന ദിവസം ഇന്നത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് വെറും വ്യാജമായിട്ട് അതിനെ തള്ളിക്കളയാനുള്ള ആർജവമാണ് യഥാർത്ഥ ദൈവഭക്തർക്ക് ആവശ്യം. അതുകൊണ്ട് നമ്മൾ വിശ്വസ്തരായി ജീവിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. അവസാനമായിട്ട് പ്രത്യാശയുടെ സന്ദേശം കൂടെ നമ്മൾ അറിയണം. ലോകം കലങ്ങുമ്പോഴും ദൈവരാജ്യം കലങ്ങുന്നില്ല. ലോകം ആശങ്കാകുലമാകുമ്പോൾ ദൈവരാജ്യത്തിന് ആശങ്കയില്ല. രാജ്യങ്ങൾ ഉയർന്നു വരും, രാജ്യങ്ങൾ വീഴും. എന്നാൽ ക്രിസ്തുവിൻ്റെ രാജ്യം അതെന്നേക്കും നിലനിൽക്കും. അത് സമാധാനത്തിൻ്റെ രാജ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ പറയുന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ലോകം യുദ്ധത്തിലായിരിക്കാം, എന്നാൽ നമ്മുടെ ഹൃദയം സമാധാനത്തിലായിരിക്കണം. ഇന്ന് നമ്മൾ തീരുമാനിക്കുക, ഭയപ്പെടുകയില്ല, ഞാൻ വെറുപ്പ് വിദ്വേഷം ഇവ പ്രചരിപ്പിക്കുകയില്ല. ഞാൻ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കും, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും, യുദ്ധങ്ങളുടെ നടുവിലും സമാധാനത്തിൻ്റെ സാക്ഷിയായിട്ട് ഞാൻ മുന്നോട്ട് പോകും എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ നിശ്ചയിക്കാം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.